ഹായ്, അങ്ങനെ സാബി അലോൺസോ എറയിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കിടിലും മത്സരമായിരുന്നു. വീറും വാശിയും അല്ലെങ്കിൽ ഫൈറ്റും ഗോളും എല്ലാം പിറന്ന ഒരു ഗംഭീര മത്സരം. ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ട്രീറ്റ് ടു വാച്ചായിരുന്നു. പക്ഷേ ഈ കളി കഴിഞ്ഞു, റയൽ മാഡ്രിഡ് ജയിച്ചു, എല്ലാവർക്കും മാഡ്രിഡിയൻസിനൊക്കെ സന്തോഷമായി. പക്ഷേ സംസാര വിഷയമായത് ലമിൻ യമാലാണ്. അതായത് കളിക്കളത്തിന് പുറത്തുള്ള യമാലിൻ്റെ ചില പ്രൊവോക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് നമ്മുടെ സാന്റിയാഗോ ബെർണബിയിലുള്ള വെള്ളക്കുപ്പായക്കാർക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല എന്ന് വേണേൽ പറയാം. അതിലൊരു സത്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു പ്ലെയർ എന്ന നിലയിൽ നമ്മൾ ഗ്രൗണ്ടിന് പുറത്തല്ലല്ലോ, ഗ്രൗണ്ടിനകത്താണല്ലോ കളിക്കേണ്ടത്. അത് ഇന്നലെ റയൽ മാഡ്രിഡിന്റെ കുപ്പായത്തിൽ വന്നിട്ടുള്ള നമ്മുടെ പിള്ളേർ അവർ യമാലിനെ കാണിച്ചു കൊടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് അൽവാരോ കരാറാസ് എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ബാക്കാണ്. അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ കരാറാസിനെ കുറിച്ച് പറഞ്ഞു ഗംഭീര സൈനിങ് ആണെന്ന്. ഇന്നലെ ലമിൻ യമാലിനെ ഇടം വലം തിരിയാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോമിലേക്ക് തിരിച്ചെത്തിയ നമ്മുടെ സ്വന്തം ജൂഡ് ബെല്ലിംഗ്ഹാം അല്ലേ, ആദ്യത്തെ 22-ാം മിനിറ്റിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ എംബാപ്പയ്ക്ക് നൽകിയ ഒരു ബോളുണ്ടല്ലോ, അത് പിന്നെ വിജയം കുറിച്ച ഗോള്, ഇതൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് ഈ വിജയം റയൽ മാഡ്രിഡ് കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവർക്ക് മുന്നിൽ അല്ലെങ്കിൽ ബാഴ്സയ്ക്ക് മുന്നിൽ ഉത്തരമില്ലാതെ സൈഡ് ലൈനിൽ നിന്ന ഡോൺ കാർലോയുടെ മുഖം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് മാത്രമല്ല, ഇന്നത്തെ വിജയം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയേറെ പ്രൊവോക്കേഷൻസ് റയൽ മാഡ്രിഡിന്, അല്ലെങ്കിൽ കടുത്ത റയൽ മാഡ്രിഡ് ആരാധകർ പോലും ഒരു 50-50 ചാൻസ് മാത്രം പ്രതീക്ഷിച്ച മത്സരത്തിൽ ഗംഭീരമായിട്ട് എംബാപ്പയുടെ ഗോള്, നമ്മുടെ സ്വന്തം ബെല്ലിംഗ്ഹാമിൻ്റെ ഗോള്, ബാഴ്സ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിരുന്നു എംബാപ്പയുടെ ഗോൾ വന്നപ്പോൾ. അത് അടിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഫെർമിൻ ലോപ്പസ് തന്നെ അടിച്ചു എന്നുള്ളതാണ്. പണ്ട് പെപ്പെ, റാമോസ്, കസമിറോ ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള ഒരു വൈബും ആ ഒരു വകീറും വാശിയും ഒക്കെ തിരിച്ചു വന്ന മത്സരമായിരുന്നു. യമാലിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിന്റെ അതേ പ്രായത്തിൽ ഇതിനേക്കാൾ പെർഫോമൻസും ഇതിനേക്കാൾ അച്ചീവ്മെൻറ്റ്സും ഒക്കെ നേടിയൊരു കളിക്കാരൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് കിലിയൻ എംബാപ്പെ എന്നാണ്. അയാൾ ഒരിക്കലും വായ്ത്തള്ളടിച്ച് കളിച്ചിട്ടില്ല. ഗ്രൗണ്ടിനകത്ത് കളിക്കുന്നു, അയാൾ റിസൾട്ട് ഉണ്ടാക്കുന്നു, ആ റിസൾട്ട് അയാൾ ലോകത്തെ കാണിക്കുന്നു. അങ്ങനെ ആവണം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ആളുകൾ തന്നെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ഗ്രൗണ്ടിന് പുറത്ത് എതിരാളിയെ പ്രൊവോക്ക് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ അതിൻ്റെ നിഴൽ മാത്രമായി പോയി കഴിഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടും, അല്ലെങ്കിൽ കളിയാക്കപ്പെടും. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. സാബി അലോൺസോയുടെ റയൽ മാഡ്രിഡ് മുന്നോട്ട് തന്നെ.